തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് ഈ മാസം 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും എത്തും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വീണ്ടുമുള്ള ഒരു വരവ് ഏത് രീതിയിലായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രചാരണം? പ്രത്യേകിച്ച് ഈ പത്തനംതിട്ടയൊക്കെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റായി കണക്കാക്കിക്കൊണ്ട് അനിൽ ആന്റണിക്ക് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് പ്രചാരണത്തിനെത്തുന്നു എന്ന ഒരു പ്രതീതി ഉളവാക്കുകയല്ലേ ലക്ഷ്യം? ക്രിസ്റ്റിന, ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ BJP കേരളത്തിൽ ആരംഭിച്ചതാണ്. വിവിധ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം, മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഇടപെടൽ, അത് കേന്ദ്രമന്ത്രിമാർക്ക് ചാർജ് നൽകിക്കൊണ്ട് BJP ദേശീയ നേതൃത്വം നടത്തി വന്നൊരു പരിപാടിയാണ്. പ്രധാനമന്ത്രി ഈ വർഷം തന്നെ നിലവിൽ 3 തവണ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ 2 തവണ അദ്ദേഹം എത്തി. വനിതാ സംഗമത്തിലും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, ഒപ്പം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലും അദ്ദേഹം എത്തി. മറൈൻ ഡ്രൈവിൽ അദ്ദേഹം BJPയിലെ ഭാരവാഹികളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. അതിനു പിന്നാലെ കേരള പദയാത്ര സമാപന വേദിയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ മണ്ഡലങ്ങളുടെ കാര്യം ഒന്ന് എടുത്തു പരിശോധിക്കുക. തിരുവനന്തപുരം, ഒപ്പം തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട, ഈ മണ്ഡലങ്ങളെല്ലാം BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന BJPയുടെ A+ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ തന്നെ മോദി പ്രചാരണത്തിന് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15, 16, 17 തീയതികളിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് പ്രചരണത്തിനെത്തുന്നു. അതിൽ 15-ാം തീയതി പാലക്കാടായിരിക്കും നരേന്ദ്രമോദി എത്തുക. 15-ാം തീയതി പാലക്കാട് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടായിരിക്കും. C. കൃഷ്ണകുമാറിന് വേണ്ടി അദ്ദേഹം പ്രചാരണത്തിൽ ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16-ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പ്രചാരണത്തിന് മടങ്ങും. തിരിച്ച് 17-ന് വീണ്ടും കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി പത്തനംതിട്ടയിലായിരിക്കും എത്തുക. പത്തനംതിട്ടയിൽ പൊതുയോഗത്തിൽ, അനിൽ ആന്റണിക്ക് വേണ്ടിയുള്ള പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലേറ്റവും പ്രധാനം 13-നോ 14-നോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ആദ്യം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കേരളത്തിലാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ രാഷ്ട്രീയവും അതുതന്നെയാണ്. എന്താണെങ്കിലും പത്തനംതിട്ടയും മോദി അല്ലെങ്കിൽ BJP അവരുടെ ശക്തി മണ്ഡലമായി കരുതുന്നൊരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. അവിടെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ മോദിയുടെ വരവിലൂടെ സാധിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം പാലക്കാട് മണ്ഡലത്തിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ അത് അന്തിമമായിട്ടില്ല, ഒരു പക്ഷേ അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തുന്ന നരേന്ദ്രമോദി ശബരിമലയിൽ എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്ലാൻ ചാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയുക. എന്താണെങ്കിലും BJP ഇത്തവണ ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രിയെ നേരിട്ടിറക്കിയുള്ള പ്രചാരണത്തിനാണ് അവർ കോപ്പ് കൂട്ടുന്നത്. കൃഷ്ണ, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്.